ഡിവിസിബിലിറ്റി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇനി അതിലെ പ്രോബ്ലംസ് ആണ്. പ്രൂവ് ദാറ്റ് ഇഫ് എ ഈസ് എനി ഓഡ് ഇൻറ്റിജർ 32 ഡിവൈഡ്സ് എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7. അപ്പോൾ നമുക്ക് എ എന്നുള്ളത് ഒരു ഓഡ് ഇൻറ്റിജർ ആണെന്നും 32 ഡിവൈഡ്സ് അല്ലേ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്. അതായത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 32 അല്ലേ. ഇത് കിട്ടിയാൽ മതി അല്ലേ. ഇവിടെ എ എന്താ തന്നിട്ടുണ്ട്? എ ഈസ് എനി ഓഡ് ഇൻറ്റിജർ. അപ്പോൾ എൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ഓഡ് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ഏത് ഫോമിലായിരിക്കും? 2k+1 അല്ലേ, ഈ ഫോമിലായിരിക്കും. അപ്പോൾ നമുക്കിതിൽ എൻ്റെ പ്ലേസിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 2k+3 അല്ലേ, 2k+1 ഹോൾ സ്ക്വയർ പ്ലസ് 3 അല്ലേ, ഇൻറ്റു അടുത്ത എന്താ വരുന്നത്? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2k+1 ഹോൾ സ്ക്വയർ പ്ലസ് 7 വരും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ എന്തൊരു 4k² പ്ലസ് 4k പ്ലസ് 1 ഉണ്ടായിരിക്കും. ഇവിടെ പ്ലസ് 3 ഉണ്ട് അല്ലേ, അത് രണ്ടും കൂടെ 4 ആയി പോകും. ദെൻ ഇൻറ്റു ഇവിടെ എന്ത് വരും? 4k² പ്ലസ് 4k പ്ലസ് 8 അല്ലേ. ഇതിൽ നിന്നൊരു 4 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, അതുപോലെ തന്നെ ഇതിൽ നിന്നൊരു 4 ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. അത് രണ്ടും കൂടെ 16 ആകും. 16 ഇൻറ്റു ബാക്കി ഇതിലെന്തുണ്ടായിരിക്കും? k² പ്ലസ് k പ്ലസ് 1 ഇൻറ്റു ഇതിലെന്തുണ്ടായിരിക്കും? k² പ്ലസ് k പ്ലസ് 2 എന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കിട്ടി. എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7 ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു k² പ്ലസ് k പ്ലസ് 1 ഇൻറ്റു k² പ്ലസ് k പ്ലസ് 2 കിട്ടി അല്ലേ. ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് രണ്ടും എന്താണ്? ഒരു കോൺസിക്യൂട്ടീവ് ഇൻറ്റിജർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും അല്ലേ, ഈവൻ ഇൻറ്റിജർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2 അല്ലേ. ദെർഫോർ നമുക്ക് എന്ത് എഴുതാം? ദെർഫോർ 2 ഈസ് ദ ഫാക്ടർ ഓഫ് k² പ്ലസ് k പ്ലസ് 1 ഇൻറ്റു k² പ്ലസ് k പ്ലസ് 2 അല്ലേ. ഹെൻസ് അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് 32 ഈസ് ദ ഫാക്ടർ ഓഫ് 16 ഇൻറ്റു k² പ്ലസ് k പ്ലസ് 1 ഇൻറ്റു k² പ്ലസ് k പ്ലസ് 2 അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ദെർഫോർ 32 ഡിവൈഡ്സ് a² പ്ലസ് 3 ഇൻറ്റു a² പ്ലസ് 7 അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് 8 ഡിവൈഡ്സ് 5^2n പ്ലസ് 7 4 greater than or equal to 1. ഇവിടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് ഇത് പ്രൂവ് ചെയ്യാനാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാറുള്ളത്? n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഫസ്റ്റ് n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് us assume that the result is true for n equal to k. എന്നിട്ട് k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും അല്ലേ. അപ്പോൾ n ഈക്വൽ ടു 1 നമുക്ക് എന്ത് എഴുതാം? 8 ഡിവൈഡ്സ് 5^2n പ്ലസ് 7 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓർ ഇതിനെ നമുക്ക് 5^2n പ്ലസ് 7 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ് വരുന്നത് അല്ലേ. അതായത് n ഈക്വൽ ടു 1 റിസൾട്ട് എങ്ങനെ വരും? 5^2 ഇൻറ്റു 1 പ്ലസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 5² എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 32 അല്ലേ. 32 നമുക്ക് 4 ഇൻറ്റു 8 എന്ന് എഴുതാം, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹെൻസ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1 അല്ലേ. റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് us assume that the result is true for n equal to k. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം? 8 ഡിവൈഡ്സ് 5^2k പ്ലസ് 7 വിച്ച് ഇംപ്ലൈസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5^2k പ്ലസ് 7 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം അല്ലേ. ഞാൻ 8 m കൊടുത്തതാണ്. ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k പ്ലസ് 1. ഓക്കെ, n ഈക്വൽ ടു k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടണം? 8 ഡിവൈഡ്സ് 5^2k പ്ലസ് 1 പ്ലസ് 7 എന്ന് കിട്ടണം അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 5^2k പ്ലസ് 1 പ്ലസ് 7 ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 5^2k ഇൻറ്റു 5² എന്ന് എഴുതാം അല്ലേ. പ്ലസ് 7 ആണുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പ്ലസ് 5² ഇൻറ്റു 7 ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാണ് കേട്ടോ. പ്ലസ് 7 ഉണ്ട്. 5² ഇൻറ്റു 7 ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, പ്ലസ് 7 ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് നമുക്കൊരു 5² കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? 5^2k പ്ലസ് 7 അല്ലേ.
ഇത്ര ടേം ഉണ്ടായിരിക്കും. ബാക്കി ഇതെന്തായിരിക്കും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -168 എന്ന് വരും. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് 5 സ്ക്വയർ ഉണ്ട് അല്ലേ? 5 സ്ക്വയറിന് നമുക്ക് 25 എന്ന് എഴുതാം. 5^2k + 7 എന്ത് കൊടുക്കാം? 80m എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇതെങ്ങനെ വരും? 5^2k + 1 + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഇപ്പോൾ കിട്ടിയത്? നമുക്ക് 25 ഇൻറ്റു അല്ലേ, ബാക്കിയുള്ളവിടുത്ത് അതായത് 5^2k + 7ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 8m എന്ന് കൊടുക്കാം. മൈനസ് ബാക്കിയുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 168 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എഴുതിക്കൂടെ? ഇന്നൊരു 8 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക അല്ലേ? 8 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 25m മൈനസ് ഇതിലൊരു 21 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5^2k + 1 + 7 is a multiple of 8 എന്ന് കിട്ടിയില്ലേ? therefore നമുക്ക് എന്ത് എഴുതാം? 8 divides 5^2k + 1 + 7 എന്ന് എഴുതാം. therefore നമുക്ക് എന്ത് എഴുതാം? it is true for n = k + 1. n = k + 1 ട്രൂ ആണെന്ന് കിട്ടി. ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore hence by mathematical induction the result is true for all n അല്ലേ? for all positive integer n. ഓക്കെ, ഇനി വരുന്നത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്, GCD. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഡെഫിനിഷൻ നോക്കൂ. ലെറ്റ് a and b be given integers with at least one of them different from 0. The greatest common divisor of a and b, and it is denoted by GCD of ab, is the positive integer d satisfying the following. First one, d is the divisor of both a and b, that is d divides a and d divides b. And second one, if c divides a and c divides b, then c less than or equal to d. അപ്പോൾ എന്താണ് ഒരു ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD? എ ബി എന്നുള്ളത് എന്താണ്? രണ്ട് ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഡിഫറെൻറ്റ് ഫ്രം 0. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി, എൻ്റെയും ബിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ദാറ്റ് ഈസ് GCD. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, GCD ഓഫ് എ ബി. എ ആൻഡ് ബി എന്നുള്ള ഈ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ GCD എന്ന് പറയുന്നത് ഈസ് ദ പോസിറ്റീവ് ഇൻറ്റിജർ ഡി. അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് ഡി, സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് കണ്ടീഷൻ. എന്തൊക്കെ ഉണ്ടാവണം ആ ഡിക്ക് കണ്ടീഷൻസ്? ഡി ഈസ് ദ ഡിവൈസർ ഓഫ് ബോത്ത് എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെയും ഡിവൈസർ ആയിരിക്കണം എന്ത്? ഡി. ഓക്കെ, അതായത് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഇഫ് സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി, മറ്റൊരു ഡിവൈസർ എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, അതായത് സി എന്നുള്ളത് എന്താണ്? ഈസ് ആൾസോ എ ഡിവൈസർ ഓഫ് ബോത്ത് എ ആൻഡ് ബി അല്ലേ? ഇതിൻ്റെ മീനിങ് എന്താണ്? സി ഈസ് ആൾസോ എ ഡിവൈസർ ഓഫ് ബോത്ത് എ ആൻഡ് ബി. അങ്ങനെയാണ് ഈ മറ്റൊരു ഡിവൈസർ എക്കും ബിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തും കൂടെ ആയിരിക്കണം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ഡി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീനെ നമുക്ക് എന്ത് വിളിക്കാം? ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ടു ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി എന്ന് വിളിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. -12ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് -12 ഏതൊക്കെയാണ്? 1 ഉണ്ട് അല്ലേ, 2 ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ആണ് നമ്മൾ എഴുതുന്നത് 3, അതുപോലെ തന്നെ 4 വരും, 6 വരും, 12 വരും അല്ലേ. ഇത്രയും എന്താണ്? 12ൻ്റെ ഡിവൈസേഴ്സ് ആണ് അല്ലേ. അതുപോലെ വേറൊരു നമ്പർ എടുക്കുകയാണ് ഞാൻ 30. a = -12 എന്ന് എടുത്തു, b = 30 എടുത്തു. 13ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ് വരിക? 1 ഉണ്ടായിരിക്കും, 2 ഉണ്ട് അല്ലേ, 2 × 15 13 ആണ്. ദെൻ 3 ഉണ്ടായിരിക്കുമോ? 3 ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ 5 വരും, പിന്നെ ഇത് വരും 6, 10, 15, 30 വരും അല്ലേ. ഇത്രയും ഡിവൈസേഴ്സ് ആണ്. അപ്പോൾ ഇനി നമ്മളിതിൽ GCD എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിവൈസേഴ്സ് ആണ് അല്ലേ, എ ബി. അതുപോലെ ഇപ്പോൾ എ എന്നുള്ളത് ഇവിടെ -12 ആണ്, ബി 13 ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്താൽ ഗിവൺ ഇൻറ്റിജേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഡിഫറെൻറ്റ് ഫ്രം 0 അല്ലേ. രണ്ടും എന്താണ്? ഡിഫറെൻറ്റ് ഫ്രം 0. ഏതെങ്കിലും ഒന്ന് ഡിഫറെൻറ്റ് ഫ്രം 0 ആണ്, ഇവിടെ രണ്ടും ഡിഫറെൻറ്റ് ഫ്രം 0 ആണ്. ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി, എൻ്റെയും ബിൻ്റെയും ഡിവൈസേഴ്സ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് ആണ് അല്ലേ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഡിവൈസറുകൾ ഏതൊക്കെയാണ്? എൻ്റെയും ബിൻ്റെയും 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ തന്നെ ഏതായാലും 6 ഉണ്ട് അല്ലേ. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 1 2 3 6 അല്ലേ. ഇതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണ്? ലാർജസ്റ്റ് ഏതാണ്? 6 അല്ലേ. ഓക്കെ, 6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? therefore GCD of
-12 30 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? ഡി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 6 അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഡി എന്നുള്ള ഡി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിവൈസർ ഓഫ് ബോത്ത് എ ആൻഡ് ബി അല്ലേ? എ എന്ന് പറഞ്ഞാൽ ഇവിടെ -12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഡി ഡിവൈഡ്സ് എ. ഡി 6 ഡിവൈഡ്സ് -12 ആൻഡ് 6 ഡിവൈഡ്സ് ബി എത്രയാണ് വരുന്നത്? 30 അല്ലേ? അതുപോലെ സി എന്നുള്ള മറ്റ് ഡിവൈസർ അല്ലേ? ബോത്ത് സി ഡിവൈഡ്സ് -12 ആൻഡ് സി ഡിവൈഡ്സ് 30. അങ്ങനെയുള്ള വരുന്നത് ഏതൊക്കെയാണ്? ഈ 3 അല്ലേ? അപ്പോൾ അതെന്തായാലും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും. 1 ലെസ് ദാൻ 6 ആണ്, 2 ലെസ് ദാൻ 6 ആണ്, 3യും ലെസ് ദാൻ 6 ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡി ഏതാണ്? 6 ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? GCD ഓഫ് -12 30 എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നൊരു തിയറാണ്. Given integers a and b, not both of which are 0, there exist integers x and y such that GCD of AB is equal to ax plus by. അപ്പോൾ രണ്ട് ഇൻറ്റിജേഴ്സ് എയും ബിയും ഉണ്ട് അല്ലേ? രണ്ടും എന്തായാലും നോട്ട് ബോത്ത് ഓഫ് വിച്ച് ആർ 0 അല്ലേ? ദർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻറ്റിജേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എക്സ് വൈ എന്നുള്ള രണ്ട് ഇൻറ്റിജേഴ്സ് എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് GCD ഓഫ് എ ബി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ? എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ എന്ന് എഴുതാൻ പറ്റും. പ്രൂഫ് നോക്കാം. നമ്മൾ ഡിവിഷൻ അൽഗോരിതം പ്രൂവ് ചെയ്തപ്പോൾ ഒരു എസ് എന്നുള്ള സെറ്റ് എടുത്തിട്ട് അത് ഫസ്റ്റ് അത് നോൺ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എ ആൻഡ് ബി. അങ്ങനെ ഒരു സെറ്റ് എടുക്കുകയാണ്. ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. നമുക്ക് എങ്ങനെ എടുക്കാം? സെറ്റ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഇൻറ്റിജേഴ്സ്. ഓക്കെ, ആൻഡ് എന്തും കൂടെ വരും? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ് വരുന്നത്. എക്സ് പ്ലസ് ബി വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ആ ലീനിയർ കോമ്പിനേഷൻ എന്താണ്? പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഈ സെറ്റ് എസ് എന്നുള്ളത് നോൺ എം ടി ആണെന്ന്. അപ്പോൾ നമുക്ക് തിയറത്തിൽ തന്നിട്ടുണ്ട് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നോട്ട് ബോത്ത് ഓഫ് വിച്ച് ആർ 0 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിൻസ് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് നോൺ 0 ആവുന്ന കേസ് വരാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിൻസ് അറ്റ്ലീസ്റ്റ് one of A and B is non-zero അല്ലേ? നോൺ സീറോ ആവും, ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആയിരിക്കും. അപ്പോൾ നമുക്കതിന് സപ്പോസ് ഞാൻ എ നോട്ട് ഈക്വൽ ടു 0 നോസിൻ്റെ 0 ആവുന്ന കേസിൽ എ എന്തൊക്കെ ആവാം? എ ഗ്രേറ്റർ ദാൻ 0, അതുപോലെ തന്നെ എ ലെസ് ദാൻ 0 ആവുന്ന കേസ് വരും അല്ലേ? ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ നമുക്ക് എനെ എങ്ങനെ എഴുതിക്കൂടെ? എ ഇസ് ഈക്വൽ ടു ഈ ഒരു ഫോമിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എനെ എങ്ങനെ എഴുതിക്കൂടെ? എ ഇൻറ്റു ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുകയാണ് നമ്മൾ. എ ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ഇവിടെ ലീനിയർ കോമ്പിനേഷൻ എക്സിൻ്റെ പ്ലേസിൽ 1 എന്ന് കൊടുക്കാം, പ്ലസ് ബി ഇൻറ്റു 0 എന്ന് കൊടുത്തുവിടാം. അപ്പോൾ എ തന്നെയാണ് വരും അല്ലേ? എ ഇസ് ഈക്വൽ ടു എ തന്നെയാണ് വരുന്നത്. എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പ്ലസ് ബി ഇൻറ്റു 0. അപ്പോൾ ഈ ഫോമിലായില്ലേ? എ ഇൻറ്റു 1 എക്സ് പ്ലസ് ബി ഇൻറ്റു 0 അല്ലേ? അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1 അതുപോലെ തന്നെ വൈൻ്റെ പ്ലേസിൽ 0 ആണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്? ഈക്വൽ ടു എ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ഫോമിലുള്ള എലമെൻ്റ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബിലോങ്സ് ടു എസ് എന്ന് പറയാം അല്ലേ? ദാറ്റ് ഈസ് എസ് ഈസ് നോൺ എം ടി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ്? എസ് ഈസ് നോൺ എം ടി ആണെന്ന് പറയാം. ഓക്കെ, നോൺ എം ടി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് എ ലെസ് ദാൻ 0 ആവുന്ന കേസിൽ മൈനസ് എ എന്നുള്ള ഒരു എലമെൻറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ഇൻറ്റു -1 പ്ലസ് ബി ഇൻറ്റു 0 എന്ന് എഴുതാം അല്ലേ? ഇറ്റ്സ് ഓൾവേസ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇത് തന്നെ മൈനസ് എ, ഇത് ആ ഫോമിലാണ് വരുന്നത്. എക്സിൻ്റെ പ്ലേസിൽ -1 ആണ്, വൈൻ്റെ പ്ലേസിൽ 0 ആണ്. അപ്പോൾ ഇതും എന്താണ്? ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ മൈനസ് എ എന്തായിരിക്കും? മൈനസ് എ ബിലോങ്സ് ടു എസ് ആയിരിക്കും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിലും എസ് നോൺ എം ടി ആണെന്ന് കിട്ടി. എ ലെസ് ദാൻ 0 ആവുന്ന കേസിൽ എന്താണ്? എസ്സിലൊരു എലമെൻ്റ് ഉണ്ട് അല്ലേ? മൈനസ് എ എന്നുള്ള എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എസ് ഈസ് നോൺ എം ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എസ് എന്നുള്ളത് നോൺ എം ടി സെറ്റാണെന്നും അതുപോലെ തന്നെ അതിൽ വരുന്ന എലമെൻറ്റ്സ് എന്താണ്? നോൺ നെഗറ്റീവ് ആണ് അല്ലേ? അത് ഓൾറെഡി നമ്മൾ എസ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എസ് ഈസ് നോൺ എം ടി ആൻഡ് നോൺ നെഗറ്റീവ് സെറ്റാണ് അല്ലേ? നോൺ എം ടി നോൺ നെഗറ്റീവ് സെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ അപ്ലൈ ചെയ്യാം? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം അല്ലേ? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പ്രകാരം അവിടെ എന്തുണ്ടായിരിക്കും? ഇങ്ങനെ ഒരു നോൺ എം ടി നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിന് ഒരു ലീസ്റ്റ് എലമെൻറ്റ് അല്ലേ? ആ ലീസ്റ്റ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഏതിൽ? എസ് എന്നുള്ള ഈ സെറ്റിൽ ഒരു ലീസ്റ്റ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ എസിനെ നമ്മൾ ഡിവിഷൻ അൽഗോരിതത്തിൽ ആർ എന്നുള്ള ലെറ്റർ കൊണ്ട് യൂസ് ചെയ്തിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ GCD ഓഫ് എ ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വേരിയബിൾ ഡി ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡി എന്ന് കൊടുക്കാം അല്ലേ? ദെൻ ദർ എക്സിസ്റ്റ് എ ലീസ്റ്റ് എലമെൻറ്റ് ഡി. ഓക്കെ, ഡി ബിലോങ്സ് ടു എന്തായിരിക്കും? എസ് ആയിരിക്കും അല്ലേ? എസ്സിൽ ഒരു ലീസ്റ്റ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. കാരണം എസ് നോൺ എം ടി ആണ്, അതുപോലെ തന്നെ എസ് എന്തും കൂടെയാണ്?
നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് എസ്സിൽ ഒരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടായിരിക്കും, അതിന് നമ്മൾ ഡി എന്ന് കൊടുക്കാൻ, ഡി ബിലോങ്സ് ടു എസ്. അപ്പോൾ ഡീൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ഡി എസ്സിലുള്ള ഒരു എലമെൻറ്റാന്ന് പറഞ്ഞാൽ ഡീൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ഡി ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇപ്പോൾ നമുക്ക് കിട്ടി എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു ഡി ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? then we have to prove that D is equal to GCD of AB. Okay? പിന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ടു ഷോ ദാറ്റ് D is equal to GCD of AB അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആദ്യം എനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി ഡിവൈസർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യാം അല്ലേ. ദെൻ there exist unique integers അല്ലേ. ഏതൊക്കെയാണ്? Q and R such that A is equal to എനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യു ഡി പ്ലസ് ആർ എന്നുള്ളത് അല്ലേ. ഇവിടെ ഡിവൈസർ വരുന്നത് എന്താണ്? ഡി ആണ്. നമ്മൾ ഡിവിഷൻ അൽഗോരിതത്തിൽ ബി എന്നുള്ള ഡിവൈസർ യൂസ് ചെയ്തിട്ടായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ എനെ ഡി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ കണ്ടീഷൻ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഡി എന്ന് വരും അല്ലേ. ഇനി നമുക്കിത് ആർ എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ക്യു ഡി എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് ക്യു ഇൻറ്റു ഡി എന്താണ്? ഡി ഈസ് ഈക്വൽ ടു നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എ എക്സ് പ്ലസ് ബി വൈ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ക്യു എക്സ് പ്ലസ് ബി ഇൻറ്റു മൈനസ് ക്യു വൈ എന്ന് എഴുതാം അല്ലേ. അതായത് എ ഇൻറ്റു സം എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ എന്ന് എഴുതാം. ഏതിനെ? ആറിന് അല്ലേ. ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ. ഈ ഫോമിൽ കിട്ടില്ലേ. അപ്പോൾ ആറ് നമ്മുടെ സെറ്റ് എസ് എന്നുള്ള സെറ്റിലെ എലമെൻസിൻ്റെ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഈ ഒരു എലമെൻറ്റിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. ഇനി ആറ് അവിടെ ഗ്രേറ്റർ ദാൻ 0 കൂടെ ആയാൽ അല്ലേ. ആറ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ നമുക്ക് എന്ത് പറയാം? ആർ ബിലോങ്സ് ടു എസ് ആണെന്ന് പറയാം. ഇവിടെ ആറ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. ഈ കണ്ടീഷൻ നമുക്ക് എന്ത് എഴുതാം? ആർ ഒന്നെങ്കിൽ ഈക്വൽ ടു 0 ആവും, അല്ലെങ്കിൽ എന്താവും? ഗ്രേറ്റർ ദാൻ 0 ആവും. ഇഫ് ആർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ആർ ഗ്രേറ്റർ ദാൻ 0 ദെൻ ആർ എന്തായിരിക്കും? ആറിൻ്റെ ഫോം ഇങ്ങനെയാണ്. ആർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നമ്പറും ആണ്, എസ്സിലുള്ള എലമെൻറ്റിൻ്റെ ഫോമാണ്. അപ്പോൾ ആർ നമുക്ക് എന്താണെന്ന് പറയാം? ആർ ബിലോങ്സ് ടു എസ് ആണെന്ന് പറയാം അല്ലേ. ആർ എസ്സിലുണ്ട് എന്ന് പറയാം. പക്ഷേ ഓൾറെഡി നമുക്ക് ഇവിടെ അറിയാം ആർ ലെസ് ദാൻ ഡി ആണെന്നല്ലേ. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആർ ലെസ് ദാൻ ഡി. പക്ഷേ ഡി എന്താണ്? ഡി എന്നുള്ളത് ഈ ഒരു സെറ്റിലെ ലീസ്റ്റ് എലമെൻ്റ് ആണ്. ആർ ലെസ് ദാൻ ഡിയും ഡി എസ്സിലുള്ള ലീസ്റ്റ് എലമെൻറ്റുമാണ്. ബട്ട് അതിനേക്കാളും ചെറിയൊരു എലമെൻ്റ് ആണ് ആർന്ന് കിട്ടി നമുക്ക്. എപ്പോൾ? ആർ ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തപ്പോൾ. അപ്പോൾ ഇത് കോൺട്രഡിക്ഷൻ ആയില്ലേ. അപ്പോൾ എന്തായാലും ആർ എന്തായിരിക്കും? ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആർ ഇവിടെ ഗ്രേറ്റർ ദാൻ 0 അല്ല വരിക. ആർ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. ആർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല അല്ലേ. നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നമുക്ക് ഇവിടെ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് ഈ കണ്ടീഷൻ അല്ലേ. അതായത് ഒന്നെങ്കിൽ ആർ ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ ആർ ഗ്രേറ്റർ ദാൻ 0 ആവാം. ഇഫ് ആർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ആർ എസ്സിലുള്ള എലമെൻ്റ് ആണെന്ന് കിട്ടും. പക്ഷേ നമുക്ക് ഇവിടെ ഈ ഓൾറെഡി ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ എന്താ പറയുന്നത്? ആർ ലെസ് ദാൻ ഡി എന്ന് പറഞ്ഞാൽ ഡി നമുക്ക് ഓൾറെഡി അറിയാം എസ്സിലെ ലീസ്റ്റ് എലമെൻ്റ് ആണ്. പക്ഷേ അതിനേക്കാളും ചെറിയൊരു എലമെൻ്റ് ആണ് ആർന്ന് കിട്ടി അല്ലേ. പക്ഷേ അത് കോൺട്രഡിക്ഷൻ ആയില്ലേ. ലീസ്റ്റ് എലമെൻ്റ് ആണെന്നുള്ള ഒരു അസംഷന് കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പോൾ എന്തായാലും ആർ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ആർ ഈക്വൽ ടു 0 ആണെന്നുള്ളത് നമ്മളിതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? എ ഈസ് ഈക്വൽ ടു ക്യൂ ഡി എന്ന് കിട്ടും അല്ലേ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഡി ഡിവൈഡ്സ് എ എന്ന് എഴുതാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ബീൻ്റെ കേസ് എഴുതാം അല്ലേ. ബി ഡീനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യാം അല്ലേ. ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമുക്കൊരു Q1 ആൻഡ് R1 അങ്ങനെ കൊടുക്കാം. R1 സച്ച് ദാറ്റ് നമുക്ക് ബീനെ എങ്ങനെ എഴുതാം? ബി ഇസ് ഈക്വൽ ടു Q1 ഇൻറ്റു ഡി പ്ലസ് R1 എഴുതാം അല്ലേ. വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ഡി എന്ന് വരും. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? R1 എഴുതാം അല്ലേ. R1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? R1 ഇസ് ഈക്വൽ ടു ബി മൈനസ് Q1 ഡി എന്ന് എഴുതാം. R1 ഇസ് ഈക്വൽ ടു ബി മൈനസ് Q1 ഡി എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡീൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? ബി മൈനസ് Q1 ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് എഴുതാം? എ ഇൻറ്റു മൈനസ് Q1 എക്സ് പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് Q1 വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ R1 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. ഓക്കെ, R1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സം എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ. ആ ഫോമിൽ എഴുതാൻ പറ്റില്ലേ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി കണ്ടീഷൻ ഉണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ഡി ആണ്. അതായത് ഒന്നെങ്കിൽ R1 ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ R1 എന്താവാം? ഈക്വൽ ടു 0 ആവാം.
ഇഫ് R1 ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ R1 ഓൾറെഡി ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, R1 ബിലോങ്സ് ടു S ആണെന്ന് പറയാം അല്ലേ. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ D ഈസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ഇൻ S അല്ലേ. R1 ലെസ് ദാൻ D എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. D ലീസ്റ്റ് എലമെൻ്റ് ആണ്, ബട്ട് R1 അതിനേക്കാളും ചെറുതാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയും, കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പോൾ എന്തായിരിക്കും R1 ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമുക്ക് B ഈക്വൽ ടു എങ്ങനെ എഴുതാം, B എന്ന് പറഞ്ഞാൽ Q1D പ്ലസ് R1 ആണല്ലേ. R1 എന്തായി പോയി, 0 ആയിപ്പോയി. അതായത് Q1D എന്ന് വരും. ദാറ്റ് ഈസ് ഇത് നമുക്ക് എന്ത് എഴുതാം, D ഡിവൈഡ്സ് B എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, D ഡിവൈഡ്സ് A ആണ് ആൻഡ് D ഡിവൈഡ്സ് B ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, therefore D ഈസ് ദ കോമൺ ഡിവൈസർ ഓഫ് A ആൻഡ് B. ഓക്കെ, എൻ്റെയും ബിൻ്റെയും കോമൺ ഡിവൈസർ ആണ് D എന്നുള്ളത് കിട്ടി. ഫസ്റ്റ് കണ്ടീഷൻ ആയി അല്ലേ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ഗ്രേറ്റസ്റ്റ് ആണോ എന്ന് കിട്ടണം അല്ലേ. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണോ എന്ന് കിട്ടണം. ഗ്രേറ്റസ്റ്റ് ആണോ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, വേറൊരു ഡിവൈസർ ഉണ്ട് അല്ലേ. ലെറ്റ് C ബി ദ അനദർ ഡിവൈസർ ഓഫ് A ആൻഡ് B എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീനെ എങ്ങനെ എഴുതാം, C ഡിവൈഡ്സ് A ആയിരിക്കും ആൻഡ് C ഡിവൈഡ്സ് B ആയിരിക്കും അല്ലേ. ഇനി ഇത് ഗ്രേറ്റസ്റ്റ് ആണോ എന്ന് കാണിക്കണം. അതായത് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു D ആണെന്ന് നമുക്ക് കിട്ടിയാൽ മതി അല്ലേ. ഇതിന് മുമ്പ് ഒരു തിയറം പഠിച്ചതിൽ പറഞ്ഞായിരുന്നു, C ഡിവൈഡ്സ് A ആൻഡ് C ഡിവൈഡ്സ് B ആണെന്നുണ്ടെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ് X ആൻഡ് Y. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതായിരുന്നു, C ഡിവൈഡ്സ് AX പ്ലസ് BY എന്ന് എഴുതായിരുന്നു അല്ലേ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇതിന് എന്ത് എഴുതാം, C ഡിവൈഡ്സ് AX പ്ലസ് BY എന്താണ്, D ആണ്. ഇത് നമ്മൾ പഠിച്ച തിയറായിരുന്നു കേട്ടോ. C ഡിവൈഡ്സ് A ആൻഡ് C ഡിവൈഡ്സ് B എന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റിജേഴ്സ് എക്സും വൈയും എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് C ഡിവൈഡ്സ് AX പ്ലസ് BY എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് C ഡിവൈഡ്സ് AX പ്ലസ് BY എന്ന് പറഞ്ഞാൽ എന്ത് വരും, C ഡിവൈഡ്സ് D എന്ന് വരും. ഓക്കെ, ഇംപ്ലൈസ് ഇത് നമുക്ക് എന്ത് എഴുതാം, C ഈസ് ഈക്വൽ ടു മോഡ് C ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് D ഈക്വൽ ടു D എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ന് നമുക്ക് എന്ത് കിട്ടി, C ലെസ് ദാൻ ഓർ ഈക്വൽ ടു D. മോഡുലസ് കൊടുത്താൽ സീനെ മോഡുലസ് കൊടുത്താൽ മോഡുലസ് എന്തായിരിക്കും, ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു D എന്നുള്ള കേസ് വരും അല്ലേ. ഈക്വൽ ടു D എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാം, C ലെസ് ദാൻ ഓർ ഈക്വൽ ടു D എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, മറ്റൊരു ഡിവൈസർ C നമ്മൾ ചൂസ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി, അത് Dൻ്റെ താഴെയാണെന്ന് കിട്ടി അല്ലേ. അതായത് D തന്നെയാണ് എന്ത്, ഗ്രേറ്റസ്റ്റ് ഡിവൈസറും അതുപോലെ തന്നെ കോമൺ ഡിവൈസറും അല്ലേ. അപ്പോൾ Dനെ നമുക്ക് എന്ത് വിളിക്കാം, ഇസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് A ആൻഡ് B. ഓക്കെ, അപ്പോൾ D ഈസ് ഈക്വൽ ടു GCD ഓഫ് A.